നമസ്കാരം. ഫ്രാൻസിലെ പാരീസിൽ നടന്ന ഉച്ചകോടിയാണ് വാർത്തകൾ ഇടം നേടിയിരിക്കുന്നത്. പാരീസിൽ നടന്ന പ്രവർത്തന ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷസ്ഥാനം വഹിച്ചു. ഒരാഴ്ച നീണ്ടുനിന്ന ഉച്ചകോടിയിൽ ഫെബ്രുവരി 6, 7 തീയതികൾ ശാസ്ത്ര സമ്മേളനങ്ങളും തുടർന്ന് ഫെബ്രുവരി 8, 9 തീയതികൾ സാംസ്കാരിക പരിപാടികളും നടന്നു. സമാപനത്തിൽ ആഗോള നേതാക്കൾ, നയരൂപകർത്താക്കൾ, വ്യവസായ വിദഗ്ധർ എന്നിവർ പങ്കെടുത്തു. ഉന്നതതല യോഗം നടന്നു. രാഷ്ട്രതലവന്മാരും ആഗോള ടെക്കി സിഇഒമാരും നയരൂപീകരണ വിദഗ്ധരും പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പം പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ അധ്യക്ഷസ്ഥാനം പങ്കിടുകയും ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യരാശിക്ക് ലഭിച്ച ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്നാണെന്നും നിർമ്മിത ബുദ്ധി ലോകത്ത് സുവർണ കാലഘട്ടം തീർക്കുമെന്നും ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചൈ കഴിഞ്ഞ ദിവസം ഉച്ചകോടിയിൽ പ്രസംഗിക്കുന്നതിനിടെ അഭിപ്രായപ്പെട്ടിരുന്നു. അതേസമയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൂലമുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. നിർമ്മിത ബുദ്ധിയെ വിവേചനപൂർവ്വം വിനിയോഗിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള ഗവേഷണത്തിനും വികസനത്തിനുമായി ഗൂഗിൾ $75 ബില്യൺ മുടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിന് ആഗോളതലത്തിൽ കൃത്യമായ ചട്ടക്കൂടുകൾ രൂപീകരിക്കണമെന്ന് നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. കൂട്ടായ ശ്രമങ്ങൾക്ക് മാത്രമേ അപകട സാധ്യതകൾ പരിഹരിക്കാനാകൂ. നിർമ്മിത ബുദ്ധിയുടെ ഏറ്റവും വലിയ പ്രത്യാഘാതം തൊഴിൽ നഷ്ടമാണ്. എന്നാൽ സാങ്കേതിക വിദ്യ കാരണം ജോലി സാധ്യതകൾ ഇല്ലാതെയാകുന്നില്ല. അത് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. തൊഴിലിന്റെ സ്വഭാവം മാത്രമാണ് മാറുന്നത്. നിർമ്മിത ബുദ്ധിയെ ഭാവിയിൽ പ്രയോജനപ്പെടുത്തും വിധം നമ്മുടെ യുവതലമുറയെ വൈദഗ്ധ്യമുള്ളവരാക്കണമെന്നും മോദി കൂട്ടിച്ചേർത്തു. അതേസമയം ഫ്രാൻസിലെ ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചൈ. കൂടിക്കാഴ്ചയിൽ ഇരുവരും ചർച്ച ചെയ്ത് ഇന്ത്യയുടെ ഡിജിറ്റൽ പരിവർത്തനം എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു. നിർമ്മിത ബുദ്ധിക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന അതിശയകരമായ അവസരങ്ങളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും ചർച്ചയ്ക്കിടെ ഇന്ത്യൻ വംശജനായ സുന്ദർ പിച്ചൈ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ത്യയിൽ എന്തു മാറ്റം കൊണ്ടുവരാനാകുമെന്നും അതിനായി ഗൂഗിളിനും ഇന്ത്യയ്ക്കും എങ്ങനെ സഹകരിച്ച് പ്രവർത്തിക്കാമുള്ള കാഴ്ചപ്പാടുകൾ സുന്ദർ പിച്ചൈ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. മോദിയുമായുള്ള കൂടിക്കാഴ്ചയുടെ ഒരു ചിത്രവും സുന്ദർ പിച്ചൈ സമൂഹ മാധ്യമമായ എക്സിലൂടെ പങ്കുവച്ചു. പാരീസിൽ നടന്ന ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞത് ഏറെ ആഹ്ലാദകരമായ അനുഭവമായിരുന്നുവെന്നും നിർമ്മിത ബുദ്ധിക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന അവിശ്വസനീയമായ അവസരങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ ഡിജിറ്റൽ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഗൂഗിൾ എങ്ങനെ സഹകരിച്ച് പ്രവർത്തിക്കാമെന്നും പരസ്പരം സംസാരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.